Hi all, welcome to Sapphire Future Academy Board Booster Series. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അമീൻസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ധാരാളം കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് അമീൻസ്. ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത് ബേസിക് ക്യാരക്ടറിനെ കുറിച്ചാണ്. നമുക്കറിയാം അമീൻസ് ബേസിക് ആണ്. ബിക്കോസ് അമീൻസിലെ നൈട്രജൻ ഉണ്ട്, NH2 ഗ്രൂപ്പ് ആണുള്ളത്. ആ NH2 ഗ്രൂപ്പില് ലോൺ പെയർസ് ഉണ്ട്. ആ ലോൺ പെയറിന് ഈസി ആയിട്ട് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ആ ഗ്രൂപ്പിന് സാധിക്കുന്നതിനാൽ അതിനെ നമ്മൾ ബേസ് എന്നാണ് വിളിക്കുക. അപ്പൊ അതിനെ ലൂയിസ് ബേസ് എന്ന് വിളിക്കുന്നു എന്ന് നമ്മൾ 11th സ്റ്റാൻഡേർഡിൽ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ലൂയിസ് ബേസുകളാണ് അമോണിയ എന്ന്. അതുപോലെ NH2 എന്ന പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെർഷ്യറി ഉണ്ട്. RNH2, R3NH, RNH2, R2NH, R3N ഇങ്ങനെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഗ്രൂപ്പുകളുണ്ട്, ടെർഷ്യറി അമീനുകളുണ്ട്. ഈ മൂന്ന് അമീനുകളുടെയും ബേസിസിറ്റി എങ്ങനെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക് ക്യാരക്ടർ. Due to the presence of a lone pair of electron on nitrogen atom, amines are basic character. അമീൻസിന് ബേസിക് ക്യാരക്ടർ ഉണ്ട്. They are stronger bases than water, water-നേക്കാളും, and therefore they are protonated by water in their aqueous solutions. അതുകൊണ്ട് തന്നെ അത് aqueous സൊല്യൂഷനില് പ്രൊട്ടോണേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവയാണ്. പ്രൊട്ടോണേഷൻ എന്ന് പറഞ്ഞാൽ H+നെ അതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. RNH2 ഒരു അമീനാണ്. റിയാക്ട് വിത്ത് വാട്ടർ ടു ഗീവ് RNH3+. അപ്പൊ H+നെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. വാട്ടറിലേക്ക് ഇടുമ്പോൾ അമീൻസുകൾക്ക് ബേസിക് നേച്ചർ ഉണ്ടെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമീനുകളെ വാട്ടറിൽ ഇട്ടാൽ വാട്ടർ H+ഉം OH- ഡിസോസിയേറ്റ് ചെയ്യുന്നു. H+നെ ഈസി ആയിട്ട് അബ്സ്ട്രാക്ട് ചെയ്യാനുള്ള കഴിവ് ആ ഗ്രൂപ്പിനുണ്ട്, NH2 ഗ്രൂപ്പിന്. ഫൈനലി ഇറ്റ് വിൽ ബിക്കം RNH3+ and OH-. A comparative study of the basic strength of amines can be better understood from their equilibrium constant expression. This is the equilibrium constant expression of this reaction. ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഓവർ റിയാക്റ്റന്റ് എന്നാണ്. ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റും റിയാക്റ്റന്റും ഉണ്ടെങ്കിൽ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പൊ ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. പ്രൊഡക്റ്റ് ഓവർ റിയാക്റ്റന്റ് K equal to RNH3+ into OH- divided by RNH2 into water. This is the equilibrium expression for the above reaction. Since water is present in excess, the expression become, ഇനി water excess ആയിട്ട് present ആണെങ്കിൽ ആ എക്സ്പ്രഷന് നമ്മൾ വാട്ടർ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിനെ നമ്മൾ ഒഴിവാക്കും. അങ്ങനെ എന്താകുന്നു? KB ഈക്വൽ ടു, KB എന്ന് പറഞ്ഞാൽ ബേസുകളുടെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടേം ആണ് KB എന്ന് പറയുന്നത്. ബേസിന്റെ ആസിഡിന്റെ ആസിഡിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേം K ആണ്. ബേസുകളുടെ ഉപയോഗിക്കുന്നത് KB ആണ്. അപ്പൊ വാട്ടർ എക്സസ് ആയ കാരണം നമ്മൾ ആ വാട്ടർ എന്ന് പറയുന്ന ആ ടേമിനെ ഒഴിവാക്കി ഫൈനലി KB equal to RNH3+ into OH- divided by RNH2. KB is called dissociation constant. ഇനി നോക്കൂ, PKB എഴുതിയിട്ടുണ്ട്. PKB എന്താണ്? നെഗറ്റീവ് ലോഗരിതം ഓഫ് KB. KBയെ നെഗറ്റീവ് ലോഗരിതം കൊടുക്കുന്നതാണ് PKB. ഇത് എല്ലാം നമ്മൾ ഇക്വിലിബ്രിയത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് PH എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. PH എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് H+. അതുപോലെ POH എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് OH-. ലൈക്ക് ദാറ്റ് PKB ഈക്വൽ ടു നെഗറ്റീവ് ലോഗരിതം ഓഫ് KB. ഇതുകൂടി നമുക്കറിയാം. KB എന്ന് പറയുന്ന ഒരു ബേസിന്റെ KB വാല്യൂ വലുതാണെങ്കിൽ അത് നല്ല ബേസ് ആയിരിക്കും. സ്ട്രോങ് ബേസ് ആയിരിക്കും. KB വാല്യൂ വലുതാണെങ്കിൽ സ്ട്രോങ് ബേസ് ആണ്. KB വാല്യൂ വലുതായിരിക്കുന്ന ഒരു ബേസിന് PKB വാല്യൂ ചെറുതായിരിക്കും. KB വലുതാണെങ്കിൽ PKB ചെറുതാണ്. KB increases, PKB decreases. That type of base is a strongest base. അപ്പോൾ if a strong base ആണെങ്കിൽ KB വാല്യൂ വലുതും PKB വാല്യൂ ചെറുതുമാണ്. ഇനി വീക്ക് ബേസ് ആണെങ്കിൽ KB വാല്യൂ ചെറുതും PKB വാല്യൂ വലുതുമായിരിക്കും. ഓക്കെ, അപ്പൊ വാല്യൂ നോക്കിയിട്ട് നമുക്ക്
ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ബേസ് ഏതാണ് സ്ട്രോങ് എന്ന് പറയാനായിട്ട് സാധിക്കും. pKb values of some amines in aqueous solutions is given. നോക്കൂ, അമോണിയ അതിന്റെ pKb വാല്യൂ 4.75, CH3NH2 പ്രൈമറി ഗ്രൂപ്പാണ് ഇത്, പ്രൈമറി മീഥൈലമീൻ 3.38. pKb വാല്യൂ വലുതായിരിക്കുന്ന ആർക്കാണ്? അമോണിയക്കാണ്. pKb വാല്യൂ വലുതാണെങ്കിൽ അത് വീക്കാണ്. pKb വാല്യൂ വലുതാണെങ്കിൽ kb വാല്യൂ ചെറുതാണ്, വീക്കാണ്. അപ്പൊ ഈ വാല്യൂ രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ്? അമോണിയക്ക് 4.75 ആണ്, മീഥൈലമീനിന് 3.38 ആണ്. അതിന്റെ മീനിങ് എന്താണ്? ഈ അമോണിയേക്കാളും സ്ട്രോങ് ആയ ബേസ് ആണ് ആര്? മീഥൈലമീൻ. ഇനി നോക്കൂ, അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ വാല്യൂ കാണിച്ചിരിക്കുന്ന 8.92, 13, 8.92, 9.38, അങ്ങനെ ധാരാളം വലിയ വാല്യൂസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ മീനിങ് എന്താണ്? അത് വീക്കായ ബേസ് ആണ്. ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കൂ, അതായിരിക്കും ഈ കൂട്ടത്തില് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബേസ്. ഇവിടെ സെക്കൻഡറി അമീൻ ആണ് ഏറ്റവും ചെറിയ വാല്യൂ 3.27, അതുപോലെ 3.29 ചെറിയ വാല്യൂ ഉണ്ട്. ഏറ്റവും ചെറുത് 3.27, അല്ലെങ്കിൽ ഇവിടെ ഒരു 3.25 ഉണ്ട്, 3 ഉണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ വാല്യൂസ് ആണ്. ദാറ്റ് മീൻസ് അതിന്റെ ബേസിസിറ്റി വളരെ കൂടുതലായിരിക്കും. ഇപ്പൊ pKb വാല്യൂ ചെറുതാണെങ്കിൽ kb വാല്യൂ വലുതാണ്, ബേസിക് ക്യാരക്ടർ കൂടുതലായിരിക്കും. ഇനി ഇതിന്റെ റീസണുകളാണ് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക് ക്യാരക്ടർ ഓഫ് ആൽക്കൈൽ അമീൻസ്, ആൽക്കനാമീൻസ്. all the 3 types of aliphatic amines. അപ്പൊ അമോണിയേക്കാളും ബേസിസിറ്റി അമീനുകൾക്ക് കൂടുതലുണ്ടെന്നാണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ട ബോക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അമോണിയേക്കാൾ ബേസിസിറ്റി ആർക്ക് കൂടുതലുണ്ട്? അമീനുകൾക്ക് കൂടുതലുണ്ട്. അത് ആൽക്കൈൽ അമീന്റെ കാര്യവും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്, അറൈൽ അമീനുകളുടെ കാര്യവും ഡിസ്കസ് ചെയ്യേണ്ടത്, അതായത് അനിലിന്റെ കാര്യവും ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. Okay, all of the 3 types of aliphatic amines, that means primary, secondary, tertiary, RNH2, R2NH, R3N. These are the 3 different amines, primary, secondary, tertiary amines. Ini all of the 3 types of aliphatic amines are more basic than ammonia. അമോണിയേക്കാൾ ബേസിസിറ്റി അവയ്ക്ക് കൂടുതലുണ്ട്. ഡ്യൂ ടു ദ ഇലക്ട്രോൺ റിലീസിംഗ് ഇൻഡക്റ്റീവ് എഫക്ട്. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണമാണ് ഡ്യൂ ടു ദി ഇലക്ട്രോൺ റിലീസിംഗ് ഇൻഡക്റ്റീവ് എഫക്ട്. ഇത് ഒരു പ്രൈമറി അമീനാണ്, ഇത് ഒരു സെക്കൻഡറി അമീനാണ്, NHCH3. ദിസ് ഈസ് എ ടെർഷ്യറി അമീൻ, ഇതൊരു ടെർഷ്യറി അമീനുമാണ്. ഇനി ശ്രദ്ധിക്കുക, നമുക്കറിയാം CH3 ഗ്രൂപ്പ് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പാണ്. CH3 ഗ്രൂപ്പിന് പ്ലസ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ട്. ഇലക്ട്രോണിനെ റിലീസ് ചെയ്ത് കൊടുക്കുന്നതിനാൽ അതുകൊണ്ട് അതിന് പ്ലസ് ഐ എഫക്റ്റ് അഥവാ പ്ലസ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ഇയറിൽ 11th സ്റ്റാൻഡേർഡിൽ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ടെക്നിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറച്ച് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഇലക്ട്രോമെറിക് എഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ, റെസൊണൻസ് എന്ന് പറയുന്ന 3-4 എഫക്റ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് എന്ത്? ഇൻഡക്റ്റീവ് എഫക്റ്റിനെ കുറിച്ച്. ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ, ഇൻഡക്റ്റീവ് എഫക്റ്റ് 2 തരത്തിലുണ്ട്. മൈനസ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ട്, പ്ലസ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ട്. വിഡ്രോയിങ് ഗ്രൂപ്പുകളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ മൈനസ് ഇൻഡക്റ്റീവ് എഫക്റ്റും, റിലീസിംഗ് ഗ്രൂപ്പുകളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ പ്ലസ് ഇൻഡക്റ്റീവ് എഫക്റ്റും ആണ് ഉണ്ടാകുന്നത്. ഇവിടെ അമീന്റെ കേസ് നിങ്ങൾ നോക്കിയാൽ ഇത് ടെർഷ്യറി അമീനാണ്. ടെർഷ്യറി അമീന് 3 സൈഡിൽ നിന്നും ഇലക്ട്രോണിനെ റിലീസ് ചെയ്ത് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് നൈട്രജനിലേക്ക്. അപ്പോൾ ഇത് കൂടുതൽ ബേസിക് ആയി മാറുന്നു. ആര്? ടെർഷ്യറി അമീൻ. ടെർഷ്യറി അമീന് 3 വശത്തും എന്തുണ്ട്? CH3 ഗ്രൂപ്പ് ഉണ്ട്. ഓൾറെഡി നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്. നൈട്രജനിലെ ലോൺ പെയർ ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൂടാതെ 3 സൈഡിൽ നിന്നും മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. മീഥൈൽ ഈസ് ആൻ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്. അപ്പൊ 3 സൈഡിൽ നിന്നും ഇലക്ട്രോണിനെ റിലീസ് ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ നൈട്രജന്റെ ബേസിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. അതുപോലെ പ്രൈമറി അമീൻ 1 സൈഡിൽ നിന്നേ ഉള്ളൂ. ഇനി സെക്കൻഡറി ആണെങ്കിൽ 2 സൈഡിൽ നിന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ബേസിക് ക്യാരക്ടർ ഉള്ളതായിട്ട് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ടെർഷ്യറിക്കാണ്, ദെൻ സെക്കൻഡറിക്കാണ്, ദെൻ പ്രൈമറിക്കാണ്. ബിക്കോസ് ഓഫ് ദ പ്ലസ് ഇൻഡക്റ്റീവ് എഫക്ട് ഓഫ് CH3 ഗ്രൂപ്പ്. ഓക്കെ, അതിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നോക്കൂ, ബട്ട് ദിസ് ട്രെൻഡ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ ഗേഷ്യസ് സ്പേസ്. പക്ഷെ ഈ ട്രെൻഡ് നമുക്ക് പറയാൻ സാധിക്കുന്നത്
ഗേഷ്യസ് ഫേസിൽ മാത്രമേ ഉള്ളൂ. അതായത് ഗേഷ്യസ് ഫേസിൽ ടെർഷ്യറി അമീനാണ് കൂടുതൽ ബേസിക്, ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി. ഗേഷ്യസ് ഫേസിലാണ് പറയുന്നത്, അത് അക്യൂസ് ഫേസിലാകുമ്പോൾ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് അലിഫാറ്റിക് ടെർഷ്യറി അമീൻസ് ആർ മസ്റ്റ് ബി സ്ട്രോങ്ങർ ബേസസ് ദാൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി. അപ്പൊ ഗേഷ്യസ് ഫേസില് ടെർഷ്യറി അമീൻസ് ആർ മോർ ബേസിക് ദാൻ സെക്കൻഡറി ദാൻ പ്രൈമറി. ടെർഷ്യറി അമീൻ മോർ ബേസിക് ദാൻ സെക്കൻഡറി ദാൻ പ്രൈമറി. ദിസ് അബൌട്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇത് ഗേഷ്യസ് ഫേസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി അക്യൂസ് സൊല്യൂഷൻ എന്താണ് സംഭവിക്കുന്നത്? അക്യൂസ് സൊല്യൂഷനിൽ വാട്ടർ കണ്ടന്റ് ഉണ്ട്, അത് കാരണം നമ്മൾ അതിന്റെ ബേസിസിറ്റി ഡിഫറെന്റ് ആണ്. മറ്റൊരു കോൺസെപ്റ്റ് കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും, സോൾവേഷൻ എഫക്റ്റ്. സോൾവേഷൻ എഫക്റ്റ്. ഓക്കെ, ദ പ്രോട്ടോണേറ്റഡ് amines get stabilized by forming hydrogen bonds with water. നമ്മൾ ആദ്യമേ കണ്ടതാണ്, അമീനുകളെ വാട്ടറിൽ ഇട്ടാൽ RNH3+ ഉണ്ടാകുന്നുണ്ട്. ഈ RNH3+ അത് അക്യൂസ് സൊല്യൂഷനിലാണ് നമ്മൾ പറയുന്നത്. അക്യൂസ് സൊല്യൂഷന്റെ കേസിൽ നമ്മൾ അമീൻസിന്റെ അക്യൂസ് സൊല്യൂഷന്റെ കേസിൽ നമ്മൾ ബേസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്തുകൂടി നോക്കേണ്ടതുണ്ട്? സോൾവേഷൻ എഫക്റ്റും കൂടെ നോക്കേണ്ടതുണ്ട്. അതായത് ഇത് വാട്ടറിനോട് ചേർന്നിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇവയ്ക്കുണ്ട്. പ്രൈമറി അമീന്റെ കേസ് നോക്കിയാൽ, ഞാൻ സോൾവേഷൻ ചെയ്യുകയാണെങ്കിൽ പ്രൈമറി അമീന്റെ കേസിൽ RNH3+ എന്നാണ് ഉണ്ടാവുക. സെക്കൻഡറി ആയെങ്കിലോ R2NH2+. ഇനി പ്രൈമറി ആണെങ്കിൽ ടെർഷ്യറി ആണെങ്കിൽ R3NH+. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഇതിന് സോൾവേഷൻ എഫക്ട് നോക്കിയാൽ ഈ 3 ഹൈഡ്രജനും വാട്ടറിനോട് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ സാധിക്കും. സെക്കൻഡറി ആണെങ്കിൽ 2 ഹൈഡ്രജൻ മാത്രമേ വാട്ടറിനോട് ചേർന്നിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ടെർഷ്യറിക്ക് 1 ഹൈഡ്രജൻ മാത്രമേ വാട്ടറിനോട് ചേർന്ന് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ കോൺസെപ്റ്റും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ബേസിസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹയർ സോൾവേഷൻ എഫക്ട് ക്യാൻ ബി കോസ് ഗ്രേറ്റർ സ്റ്റെബിലിറ്റി. ഹയർ സോൾവേഷൻ ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റിയും എന്തായിരിക്കും? ഹയർ ആയിരിക്കും. അപ്പൊ അതും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഇതിന്റെ കേസിൽ എന്ത് പറയുന്നത്? ബേസിസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബേസിക് ദ എക്സ്റ്റെന്റ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ കാറ്റയോൺ നമ്മൾ വരച്ചതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ടെർഷ്യറി, പ്രൈമറിക്ക് 3 എണ്ണം ഉണ്ട്, 3 ഹൈഡ്രജൻ ബോണ്ടിങ്. സെക്കൻഡറിക്ക് 2 എണ്ണം, ടെർഷ്യറിക്ക് 1. ഗ്രേറ്റർ ദ സൈസ് ഓഫ് ദ അയോൺ ലെസർ വിൽ ബി ദ സോൾവേഷൻ. സൈസ് വലുതാണെങ്കിൽ സോൾവേഷൻ കുറയുന്നു. ഇതിന്റെ സൈസ് വലുതാണ്, അതിനാൽ ടെർഷ്യറിയുടെ സൈസ് വലുതാണ്, സോൾവേഷൻ കുറവാണ്. ബേസ്ഡ് ഓൺ സോൾവേഷൻ ദ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് അയോൺ. അപ്പൊ സോൾവേഷന്റെ കേസും കൂടെ എടുത്താൽ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ എങ്ങനെ വരുന്നു? അല്ലെങ്കിൽ ബേസിറ്റിയുടെ ഓർഡർ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. An interplay of all the above factors decide the order. അങ്ങനെ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അക്വസ് സൊല്യൂഷനിൽ മീതൈലിന്റെയും ഈതൈലിന്റെയും നമ്മുടെ NCERT ബുക്കിൽ കിടക്കുന്ന ഓർഡർ ആണ്. യു ഹാവ് ടു ബൈ ഹാർട്ട് ദിസ് ഓർഡർ. അവിടെ മീതൈലിന്റെ കേസ് നോക്കണമെങ്കിൽ സെക്കൻഡറിക്കാണ് ഏറ്റവും കൂടുതൽ ബേസിറ്റി, ദെൻ പ്രൈമറി, ദെൻ ടെർഷ്യറി, ദെൻ അമോണിയ. അതേസമയം ഈതൈലിന്റെ കേസ് ആണെങ്കിൽ സെക്കൻഡറി, ടെർഷ്യറി, പ്രൈമറി, അമോണിയ. അപ്പൊ മീഥൈൽ അമീന്റെ കേസില് സെക്കൻഡറി, പ്രൈമറി, ടെർഷ്യറി. ഈഥൈൽ അമീന്റെ കേസില് സെക്കൻഡറി, ടെർഷ്യറി, പ്രൈമറി. അപ്പം ഇതാണ് നമ്മുടെ ബേസിറ്റിയുടെ കാര്യം. നമ്മൾ ആൽക്കൈൽ അമീന്റെ കാര്യം പറഞ്ഞത്. ഇനി നമുക്ക് അരൈൽ അമീന്റെ ബേസിറ്റി എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ബേസിക് ക്യാരക്ടർ ഓഫ് അരൈൽ അമീൻസ്. അരോമാറ്റിക് അമീൻസ് അതായത് അനിലീനാണ്. അരോമാറ്റിക് അമീനാണ്. ലെസ് ബേസിക് ദാൻ അമോണിയ. അമോണിയേക്കാളും ബേസിറ്റി അവയ്ക്ക് കുറവാണ്. This can be explained in terms of delocalization of the lone pair on nitrogen due to resonance. Resonance stability ഉള്ളത് കാരണമാണ്. ആർക്ക്? അമോണിയയ്ക്ക്. അതായത് അനിലീന് റെസൊണൻസ് സ്റ്റെബിലിറ്റി ഉള്ളതിനാൽ അതിന് അമോണിയേക്കാളും ബേസിസിറ്റി കുറവാണ്. അമോണിയയ്ക്കാണ് ബേസിറ്റി ഉള്ളത് അരൈൽ അമീനുകളെക്കാൾ. അതായത് അനിലീൻ എന്ത് ചെയ്യുന്നുണ്ട്? റെസൊണൻസ് സ്റ്റെബിലിറ്റി ഉണ്ട്. അതിന്റെ ലോൺ പെയറുകൾ അവൈലബിൾ ആയിരിക്കില്ല. റെസൊണൻസ് ചെയ്തിരിക്കുന്നു നോക്കൂ, ലോൺ പെയർ അവൈലബിൾ അല്ല. ലോൺ പെയർ ഡൊണേറ്റ് ചെയ്തെങ്കിലേ നമുക്ക് അതിനെ ബേസ് എന്ന് വിളിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ ലോൺ പെയർ അവൈലബിൾ അല്ല. ലോൺ പെയർ ഉപയോഗിച്ച് അവൻ റെസൊണൻസ് നടത്തുന്നു. അതിനാൽ അനിലീൻസ് ലെസ് ബേസിക് ദാൻ അമോണിയ.
ഇനി ബേസിക് ക്യാരക്ടർ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് അറൈലമെന്റ്സ് ആണ്. ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അറൈലമെന്റ്സിന് എങ്ങനെയാണ് ബേസിക് ക്യാരക്ടർ പറയുന്നത്, റിലീസ് ഗ്രൂപ്പ് വന്നാൽ എങ്ങനെയാണ്, വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇലക്ട്രോൺ റിലീസിംഗ് സബ്സ്റ്റിറ്റ്യൂവൻസ് ലൈക്ക് CH3, OH, OCH3 ഇതെല്ലാം ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പുകളാണ്. ഈ 3 ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ, അതായത് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പുകൾ ബെൻസീൻ റിംഗിൽ അതായത് അനിലീനിൽ പ്രസന്റ് ആണെങ്കിൽ എന്താണ്, ബേസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ബേസിസിറ്റി അത് കുറയ്ക്കുന്നു. നോക്കൂ, CH3OH, CH3OH, അതുപോലെ OCH3 ഈ ഗ്രൂപ്പുകളെല്ലാം ഉണ്ടെങ്കിൽ എക്സെട്രാ ഇൻ ദ ബെൻസീൻ റിംഗ് അറ്റ് പാരാ പൊസിഷൻ, പ്രത്യേകിച്ച് പാരാ പൊസിഷൻ വന്നാൽ ബേസിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. These substituents tends to disperse the positive charge on the anilinium ion. Anilinium ion എന്ന് പറഞ്ഞാൽ നമുക്കറിയാം H+ ചേരും, വാട്ടറുമായിട്ട് ചേരുമ്പോൾ നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെ അനിലീൻ ആണെങ്കിൽ വാട്ടറിനോട് ചേരുമ്പോൾ RNH2, ബെൻസീൻ റിംഗിൽ NH2 ആണല്ലോ അനിലീൻ, അപ്പൊ അത് വാട്ടറിനോട് ചേരുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നു, NH3+ ഇങ്ങനെ ഉണ്ട്. അതാണ് അനിലീനിയം അയോൺ. അപ്പൊ അനിലീനിയം അയോണിന്റെ free anilinium NH2 group in aniline, the alternatively they increase the electron density. Electron density കൂട്ടുകയും അതിന്റെ ഫലമായിട്ട് അതിന്റെ ബേസിറ്റി കൂടുകയും ചെയ്യും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ ബേസിറ്റി കുറയുന്നു, നമ്മളത് പറഞ്ഞതാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ബേസിറ്റി കുറയ്ക്കുന്നു, ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ബേസിറ്റി കൂട്ടുന്നു. G എന്ന് പറഞ്ഞ 2 ഗ്രൂപ്പുകൾ കാണിച്ചിട്ടുണ്ട്. G releases electron, stabilizes the cation. ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുവാണെങ്കിൽ ബേസിറ്റി കൂടുന്നു, വിഡ്രോ ചെയ്താൽ ബേസിറ്റി കുറയുന്നു. വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ ബേസിറ്റി കുറയുന്നു. ഇനി ഒരു ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പോയിന്റ് എഴുതിയിട്ടുണ്ട്. ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടർ അനിലീൻസ് ആർ യൂഷ്വലി വീക്കർ ബേസ്. ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടർ ആണെങ്കിൽ വീക്കർ ആയിരിക്കും, അതിനെ ഓർത്തോ എഫക്റ്റ് എന്ന് വിളിക്കും. ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുണ്ട് റിലേറ്റീവ് ബേസിക് സ്ട്രെങ്ത് ഓഫ് നൈട്രോ അനിലീൻ. നൈട്രോ അനിലീന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അനിലീൻസ് നൈട്രോ ഗ്രൂപ്പ് വന്നാൽ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണല്ലോ, വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ ബേസിറ്റി കുറയ്ക്കും നമ്മൾ പറഞ്ഞു. അനിലീനാണ് ഏറ്റവും കൂടുതൽ ബേസിറ്റി ഉള്ളത്. ആ കേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നൈട്രോ ഗ്രൂപ്പ് വന്ന കാരണം കുറവാണ്. ഏറ്റവും കുറവായിട്ട് വന്നേക്കണേ ഓർത്തോയ്ക്കാണ്. ഓർത്തോ നൈട്രോ ഗ്രൂപ്പ് ഉള്ള കാരണമാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ ആണ് റിയാക്ഷൻ ഓഫ് അമീൻസ്. രണ്ടാമത്തെ റിയാക്ഷൻ വിത്ത് ആസിഡ്സ്. അസിഡിക് ക്യാരക്ടർ, ബേസിക് ക്യാരക്ടർ കഴിഞ്ഞിട്ടുള്ള അടുത്താണ് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻസ്. ഇനി കുറച്ച് അമീൻസിന്റെ ഇമ്പോർട്ടന്റ് റിയാക്ഷൻസ് ആണ് പറയുന്നത്. അമീൻസുകള് പ്രൈമറി അമീൻ HCl റിയാക്ട് ചെയ്ത് CH3NH3+, നമ്മുടെ ഈ H+നെ അങ്ങോട്ട് കൊടുത്തിട്ട് NH3+ ആൻഡ് Cl-, മീഥൈൽ അമോണിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. അതുപോലെ അനിലീനിലും അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. CH5NH3+ Cl-, അനിലീനിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഇനി അമീൻസ് ഇത് റീജനറേറ്റ് ചെയ്ത് കിട്ടും, നമുക്ക് കണ്ടു തിരിച്ച് അമീനുകളെ കിട്ടുന്നതാണ്. അത് ബേസ് ആഡ് ചെയ്താൽ മതി. ബേസ് ആഡ് ചെയ്യുമ്പോൾ CH3NH2 തിരിച്ചു കിട്ടുന്നു, ബാക്കി NaCl വാട്ടറും ഉണ്ടാകും. അപ്പോൾ റിയാക്ഷൻ ആണ് ആസിഡിന്റെ. HCl റിയാക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് കൂടി ചേരുന്നു NH3+ ആൻഡ് Cl-. ബേസ് ഒഴിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്നു. അടുത്ത രണ്ടാമത്തെ റിയാക്ഷൻ ആൽക്കൈലേഷൻ ആണ്. പ്രൈമറി അമീൻസ് ആൽക്കൈൽ ഹാലൈഡിനോട് റിയാക്ട് ചെയ്താൽ സെക്കൻഡറി കിട്ടുന്നു. സെക്കൻഡറി അമീൻസുകൾ ആൽക്കൈൽ ഹാലോട് റിയാക്ട് ചെയ്താൽ ടെർഷ്യറി കിട്ടുന്നു. ഇനി ഒഴിച്ചു കൊടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് എക്സസ് ആണെങ്കിൽ നമ്മൾ ഇതിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ പറഞ്ഞ കാര്യമാണ്, അതായത് ഒരു വൺ ഓഫ് ദി ലിമിറ്റേഷൻ ആയിട്ട് പറഞ്ഞാണ്. ഒഴിച്ചു കൊടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് എക്സസ് ആണെങ്കിൽ ക്വട്ടേർണറി വരെ ഉണ്ടാവും. നിങ്ങൾക്ക് നോക്കി അറിയാം. HBr ആണ് എലിമിനേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ Hഉം ഇവിടുത്തെ Br പോയിട്ട് CH3 ആഡ് ആകുന്നു. അപ്പൊ CH3 twice NH സെക്കൻഡറി ആയി. വീണ്ടും ഈ Br-ഉം ഈ Hഉം പോയി, അപ്പൊ അതും ഒന്നോടെ ആഡ് ചെയ്യുന്നു. ഇനി ആ ലോൺ പെയറും കൂടി യൂസ് ചെയ്തിട്ടാണ് ക്വട്ടേർണറി അമോണിയം സോൾട്ട് ആണ് ഫൈനലി കിട്ടുന്നത്. ക്വട്ടേർണറി അമോണിയം സോൾട്ട് വരെ ഉണ്ടാകാൻ ടെൻഡൻസി ഉണ്ട് നമ്മൾ എന്തെടുത്തിട്ടുണ്ടെങ്കിൽ എക്സസ് ആയിട്ട് ആൽക്കൈൽ ഹാലൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി അസൈലേഷൻ ആണ്. അസൈലേഷനും അസൈൽ ഗ്രൂപ്പുകളെ ചേർക്കുവാണ്. അലിഫാറ്റിക് ആൻഡ് അരോമാറ്റിക്, അലിഫാറ്റിക് അല്ലെങ്കിൽ അരോമാറ്റിക് അമീനുകളിലേക്ക് നമ്മൾ ആസിഡ് ക്ലോറൈഡ്സ്, ആസിഡ് ക്ലോറൈഡ്, ആസിഡ് അൻഹൈഡ്രൈഡ് ഒക്കെ ചേർത്താൽ ഒരു അസൈൽ ഗ്രൂപ്പ് അങ്ങോട്ട് ആഡ് ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് എസ്റ്റേഴ്സ്. അങ്ങനെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഇതിനെയാണ് അസൈലേഷൻ എന്ന് വിളിക്കുന്നത്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമ്മൾ അമീനിലേക്ക് ആസിഡ് ക്ലോറൈഡോ അൻഹൈഡ്രൈഡോ എസ്റ്ററുകളോ ആഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് നടക്കുന്നു? അവിടെ
ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നു, അസൈൽ ഗ്രൂപ്പുകൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആകുന്നു. പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ബൈ ദി അസൈലേഷൻ റിയാക്ഷൻസ്. ഇങ്ങനെ അസൈലേഷൻ റിയാക്ഷൻ വഴി കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് അമൈഡുകൾ. എക്സാമ്പിൾ നോക്കുക. ഞാനൊരു എത്തനാമിൻ എടുത്തിരിക്കുന്നു, ഒരു ആസിഡ് ക്ലോറൈഡ് RCOCl CH3COCl എടുത്തിരിക്കുന്നു. അവിടെ എന്താണ് പോകുന്നത് നോക്കുക, HCl എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. ഈ എച്ചും ഈ Cl കൂടെ എച്ചും Cl കൂടെ പോയി. അപ്പം C2H/NHCOCH3 C2H/NHCOCH3 അമൈഡ് ആണ്. NHCO എന്ന് പറഞ്ഞാൽ അമൈഡ് ആണ്. HCl മാറി നിൽക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു റിയാക്ഷൻ കൂടിയുണ്ട്. ഇത് സെക്കൻഡറി ആണ്. ഇവിടുത്തെ എച്ചും ഇവിടുത്തെ Cl പോയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു, ഇതിങ്ങോട്ട് ചേരുന്നു. HCl മാറി നിൽക്കുന്നു. ഈ COCH3 നൈട്രജനിലേക്ക് അറ്റാച്ച്ഡ് ആകുന്നു. അങ്ങനെ സെക്കൻഡറിയുടെ കേസാണ് പറഞ്ഞത്. ഇനി ഇതുപോലെ തന്നെ ബെൻസീൻ റിങ്ങിലെ ഒരു എക്സാമ്പിളും കൂടെ കാണാം. ബെൻസീൻ റിങ്ങില് ബെൻസീനമീൻ CH/NH2 അനിലീൻ ആണ് എടുത്തിരിക്കുന്നത്. അവിടെ അതുപോലെ തന്നെ HCl എലിമിനേറ്റ് ചെയ്യുന്നു. ഇവിടെ HCl എലിമിനേറ്റ് CH3COCl ആണെങ്കിൽ HCl എലിമിനേറ്റ് ചെയ്യും. ഇവിടെ ഇപ്പൊ എടുത്തിരിക്കുന്ന അൺഹൈഡ്രേറ്റ് ആണ്. അൺഹൈഡ്രേറ്റ് ആകുമ്പോൾ ഇവിടുത്തെ എച്ചും ഇവിടുത്തെ ഈ CH3COH ആണല്ലോ പോവുക. അത് പോയിട്ട് അതങ്ങോട്ട് ചേരുന്നു. സെയിം തന്നെയാണ് പ്രൊഡക്റ്റ്. അമീൻസ് റിയാക്ട് ചെയ്ത് ബെൻസോയിൽ ക്ലോറൈഡിനോട് റിയാക്ട് ചെയ്യും. ഇതുപോലെ തന്നെ ഇവിടുത്തെ Clഉം ഇവിടുത്തെ എച്ചും പോയിട്ട് CH3NHCOCH5 HCl തന്നെയാണ് പോകുന്നത്. CH3COCl ഇട്ട HCl പോകും. ഇനി അതുപോലെ അസറ്റിക് അൺഹൈഡ്രേറ്റ് ഇട്ടാൽ, എത്തനോയിക് അൺഹൈഡ്രേറ്റ് ഒക്കെ ഇട്ടാൽ, അല്ലെങ്കിൽ അസറ്റിക് അൺഹൈഡ്രേറ്റ് ഒക്കെ ഇട്ടാൽ എന്ത് പോകുന്നു, കാർബോക്സിലിക് ആസിഡ് CH3COH പോകുന്നു. അപ്പൊ ഇത് അമീന്റെ കെമിക്കൽ റിയാക്ഷൻ ആണ് പറഞ്ഞത്. 2 റിയാക്ഷൻ മാത്രമേ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ നോക്കാം. താങ്ക് യു.